പ്രേതങ്ങളെയും അദൃശ്യശക്തികളെയും ഒക്കെ ധൈര്യമായിട്ട് നേരിടുന്ന ആൾക്കാരാണ് ഈ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അല്ലേ? പക്ഷേ ഇവര് തന്നെ വളരെ ദുരൂഹമായ സാഹചര്യങ്ങളിൽ മരിച്ചുപോയാലോ? അപ്പൊ നമ്മളെന്താ വിശ്വസിക്കുക? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ചില ഞെട്ടിക്കുന്ന കേസുകളെക്കുറിച്ചാണ്. അപ്പോ നമ്മുടെയെല്ലാം മനസ്സിലേക്ക് വരുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. ഈ മരണങ്ങളൊക്കെ വെറുമൊരു കോയിൻസിഡൻസ് ആണോ? അതോ ഇവർ തേടിപ്പോയ ആ ഒരു ലോകം തന്നെ ഇവർക്കൊരു ശാപമായി മാറിയതാണോ? ശരി, നമുക്ക് ആദ്യത്തെ കേസിലേക്ക് തന്നെ കടന്നു നോക്കാം. നമ്മുടെ ആദ്യത്തെ കേസ് വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിലെ പാരാനോർമൽ ലോകത്ത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പേരുകളിൽ ഒന്ന് ഗൗരവ് തിവാരി. അദ്ദേഹത്തിന്റെ ദുരൂഹമായ മരണത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോ ആരായിരുന്നു ഈ ഗൗരവ് തിവാരി? അദ്ദേഹം വെറുതെ പ്രേതകഥകൾ പറഞ്ഞ് നടക്കുന്ന ഒരാളായിരുന്നില്ല. ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റിയുടെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ അദൃശ്യ ലോകത്തെ സമീപിച്ചിരുന്നത് ശാസ്ത്രീയമായ ഉപകരണങ്ങളും പിന്നെ ലോജിക്കുമൊക്കെ ഉപയോഗിച്ചായിരുന്നു. ഒരുപാട് TV ഷോകളിലൂടെയും അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങളിലൂടെയുമൊക്കെ ഇന്ത്യയിൽ ഈ ഒരു ഫീൽഡിൽ ഒരു പുതിയ ട്രെൻഡ് തന്നെ കൊണ്ടുവന്ന ആളാണ് ഗൗരവ് തിവാരി. പക്ഷേ 2016 ജൂലൈ 7-ാം തീയതി ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ സ്വന്തം ഫ്ളാറ്റിൽ ഗൗരവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഈ ഒരു സംഭവം പാരാനോർമൽ ലോകത്തെ മാത്രമല്ല സാധാരണക്കാരെ പോലും ഒരുപോലെ ഞെട്ടിച്ചുകളഞ്ഞു. ഇവിടെയാണ് കേട്ടോ കഥ ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. ഒരു വശത്ത് പോലീസിന്റെ ഒഫീഷ്യൽ റിപ്പോർട്ട്, അതനുസരിച്ച് ഇത് സൂയിസൈഡാണ്. പക്ഷേ മറുവശത്ത് അദ്ദേഹത്തിന്റെ കുടുംബം. അവരത് വിശ്വസിച്ചതേയില്ല. കാരണം അവരുടെ വാദം വേറൊന്നായിരുന്നു. മരണത്തിന് കുറച്ചുനാൾ മുൻപ് ഗൗരവ് ഏതോ ഒരു നെഗറ്റീവ് എനർജിയെക്കുറിച്ച് സംസാരിച്ചിരുന്നത്രേ. അതുമാത്രമല്ല, ഭയങ്കരമായൊരു പേടിയും പ്രഷറുമൊക്കെ അദ്ദേഹം അനുഭവിച്ചിരുന്നു എന്നും അവർ പറയുന്നു. അപ്പോ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന ആ ഒരു ചോദ്യം ഇതാണ്: അദ്ദേഹം കണ്ടതും അനുഭവിച്ചതുമൊക്കെ ഒരു സാധാരണ മനുഷ്യനെ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ള എന്തെങ്കിലുമായിരുന്നോ? ഈ ഒരൊറ്റ ചോദ്യമാണ് അദ്ദേഹത്തിന്റെ മരണത്തെ ഒരു സാധാരണ കേസിൽ നിന്ന് ഉത്തരം കിട്ടാത്തൊരു വലിയ രഹസ്യമാക്കി മാറ്റിയത്. ശരി, ഇനി നമുക്ക് ഇന്ത്യയിൽ നിന്ന് നേരെ അമേരിക്കയിലേക്ക് പോകാം. അവിടെ ഡാൻ റിവേര എന്ന മറ്റൊരു പ്രമുഖ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററുടെ കഥയുണ്ട്. സത്യം പറഞ്ഞാൽ സമാനമായ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞതാണ് ആ കഥയും. ഈ ഡാൻ റിവേര ഒരു മോഡേൺ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിരുന്നു എന്ന് പറയാം. ടിക്ടോക്ക്, സോഷ്യൽ മീഡിയ ഇതിലൂടെയൊക്കെയാണ് അദ്ദേഹം ഫേമസ് ആയത്. അദ്ദേഹത്തിന്റെ മെയിൻ പണിയുണ്ടായിരുന്നോ? അന്നബെൽ ഡോളിനെ പോലെയുള്ള പ്രേതബാധയുണ്ടെന്ന് പറയുന്ന ഒബ്ജക്ട്സിനൊപ്പം ടൂർ ഗൈഡായിട്ട് വർക്ക് ചെയ്യുക, ആളുകളെ ആ സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിക്കുക. അങ്ങനെയിരിക്കെ 2025 ഗെറ്റിസ്ബർഗിൽ വെച്ച് ഇങ്ങനൊരു ടൂർ നടത്തുന്നതിനിടയിൽ തികച്ചും അപ്രതീക്ഷിതമായി അദ്ദേഹം അങ്ങ് തളർന്നു വീഴുകയാണ്. എമർജൻസി ഹെൽപ്പൊക്കെ കൊടുത്തുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. ഗൗരവ് തിവാരിയുടെ കേസ് പോലെ തന്നെ ഇവിടെയും 2 കഥകളുണ്ട്. ഒഫീഷ്യൽ റിപ്പോർട്ട് പറയുന്നത് ഇതൊരു നാച്ചുറൽ ഡെത്ത് ആണെന്നാണ്. പക്ഷേ പാരാനോർമൽ ലോകം അതിനെ അങ്ങനെയായിരുന്നില്ല കണ്ടത്. ഒന്ന്, അന്നബെൽ ഡോളുമായുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കണക്ഷൻ. പിന്നെ മരിക്കുമ്പോൾ ചുറ്റും ഒരുപാട് ഹോണ്ടഡ് ആയിട്ടുള്ള പുരാവസ്തുക്കളുണ്ടായിരുന്നു. ഇതൊക്കെ ചേർന്നപ്പോൾ ഈ മരണം പാരാനോർമൽ ലോകത്തെ കെട്ടുകഥകളുടെ ഒരു ഭാഗമായി മാറി. നോക്കൂ, വ്യത്യസ്ത രാജ്യങ്ങളില് തീർത്തും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നടന്ന ഈ 2 മരണങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ശക്തമായ കണ്ണിയുണ്ട്. ആ കണ്ണി നമ്മളെക്കൊണ്ടെത്തിക്കുന്നത് പാരനോർമൽ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ളൊരു ദമ്പതികളിലേക്കാണ്. എഡ് ആൻഡ് ലോറൈൻ വാരൻ, ദി കഞ്ചേറിംഗ് സിനിമകളിലൂടെ ലോകം മുഴുവൻ അറിഞ്ഞ ആ ദമ്പതികൾ. അന്നബെൽ ഡോൾ അടക്കമുള്ള എത്രയോ അപകടകാരികളായ വസ്തുക്കൾ കൈകാര്യം ചെയ്തിരുന്നവരാണവർ. അവരിരുവരും സ്വാഭാവിക കാരണങ്ങളാൽ തന്നെയാണ് മരിച്ചത്. പക്ഷേ അവരുടെ ആ ഒരു ലെഗസി, അവര് പൂട്ടിവെച്ച ആ ശക്തികൾ, അതൊക്കെയാണിന്നും ഗൗരവ് തിവാരിയെയും ഡാൻ റിവേറയും പോലുള്ളവരുടെ മരണങ്ങൾക്കു പിന്നിൽ ഒരു നിഴലായി നിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോ നമ്മൾ തുടങ്ങിയ അതേ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരികയാണ്. ഈ കേസുകളൊക്കെ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് നിഗമനത്തിലാണെത്തേണ്ടത്? ഇതൊക്കെ വെറും യാദൃശ്ചികതയാണോ അതോ ശരിക്കുമൊരു ശാപമാണോ? ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം വെറും ട്രാജിക് കോയിൻസിഡൻസസ് ആണ്. പല കാരണങ്ങൾ കൊണ്ടും ആളുകൾ മരിക്കുമല്ലോ, അതുപോലെ ഈ കേസുകളിലും സംഭവിച്ചു, അത്രയുള്ളൂ. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള വിശദീകരണം. ഇനി മറ്റൊരു സാധ്യതയുണ്ട്. ഈ ജോലിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കടുത്ത മാനസിക സമ്മർദ്ദം. ഒന്ന് ഓർത്തു നോക്കൂ, എപ്പോഴും പേടിയും നെഗറ്റീവ് എനർജിയുമൊക്കെയായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അത് ഒരാളുടെ മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും എത്ര മോശമായി ബാധിക്കാം, അല്ലേ? അതോ ഒരു മൂന്നാമത്തെ സാധ്യതയുണ്ടോ? നമ്മുടെ ഈ സാധാരണ ലോജിക്കിനും സയന്റിഫിക് വിശദീകരണങ്ങൾക്കുമൊക്കെ അപ്പുറത്ത്
അവരേത് ലോകത്തെയാണോ അന്വേഷിച്ചു പോയത് ആ ലോകത്തു നിന്നുള്ള എന്തോ ഒന്ന് തന്നെ ഈ മരണങ്ങൾക്ക് കാരണമായിട്ടുണ്ടാകുമോ? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തെങ്കിലും ഒരു കാര്യം മാത്രം വ്യക്തമാണ്, ഇതിനൊരു കൃത്യമായ ഉത്തരം അതിന്നും ആർക്കും അറിയില്ല. ഈ മരണങ്ങൾ ഒരു വശത്ത് യാദൃച്ഛികത, മറുവശത്ത് സൈക്കോളജി, പിന്നെ വിശദീകരിക്കാൻ പറ്റാത്തൊരു ലോകം, ഇതിന്റെയെല്ലാം ഇടയിൽ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് അങ്ങ് നിൽക്കുകയാണ്. അപ്പോ നിങ്ങളെന്ത് വിശ്വസിക്കുന്നു? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.